ഏത് വഴി കൂടെയാണെങ്കിലും ഒരു വാർത്താക്കുറിപ്പാണെങ്കിൽ അല്ലെങ്കിൽ വാർത്താ സമ്മേളനമാണെങ്കിൽ പ്രഖ്യാപനം അല്പസമയത്തിനും എന്താ ഉണ്ടാകാൻ പോകുന്നു. വിപിൻ സേവ് ജനൂരിന് വിപിൻ, പ്രവർത്തകർ ആവേശത്തിലാണ്, അവർ വീഡിയോയുടെ പേര് ഉറപ്പിക്കുന്നുണ്ട്. അതിന്റെ ഭാഗമായി ഉയർന്ന മുദ്രാവാക്യമാണോ അല്പസമയം മുമ്പ് കേട്ടത് വിപിൻ? അതെ ആഷ്മി, അതിന്റെ ഭാഗമായിട്ടുള്ള ഒരു മുദ്രാവാക്യം വിളിയായിരുന്നു ഇപ്പോൾ കുറച്ചു നേരത്തെ കേട്ടത്. വലിയ ആത്മവിശ്വാസത്തിലാണ് വി.ഡി. സതീശന്റെ അനുയായികൾ എല്ലാവരും തന്നെ ഉള്ളത്. ആ പ്രതീക്ഷയിൽ തന്നെയാണ് അദ്ദേഹം തന്നെ ആയിരിക്കും മുഖ്യമന്ത്രി എന്നുള്ളത് ഉറപ്പിച്ച പോലെ തന്നെയാണ് ഇപ്പോൾ ആലുവ ദേശത്തെ ഈ കൂടിയിരിക്കുന്ന ആളുകൾ. കാരണം അത്രത്തോളം വലിയ പ്രതീക്ഷ വെച്ചു പുലർത്തുന്നു പല ഭാഗങ്ങളിൽ നിന്ന്. ഇപ്പോൾ നമ്മൾ നേരത്തെയൊക്കെ സംസാരിച്ച പോലെ തന്നെ കൊല്ലത്തുനിന്നുൾപ്പെടെ രാവിലെ തന്നെ ആലുവ ദേശത്ത് ഈ സ്ഥലത്ത് വീട്ടിലേക്ക് എത്തുകയും വി.ഡി. സതീശനുമായി സംസാരിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. DCC അധ്യക്ഷൻ മുഹമ്മദ് ഷിയാസ് ഉൾപ്പെടെയുള്ളവർ എത്തുകയും സംസാരിക്കുകയും ചെയ്തിട്ടായിരുന്നു. നിരവധി പ്രവർത്തകർ ഇപ്പോൾ ചേരുകയാണ്. ഇപ്പോൾ തികഞ്ഞ ആത്മവിശ്വാസത്തിലാണ് ഇപ്പോഴും, അല്ലെ? ഇനി 100% പുതിയ ക്യാപ്റ്റൻ എറണാകുളം ജില്ലയിലെ 14 സീറ്റും ടീം UDF, അതായത് നിയുക്ത മുഖ്യമന്ത്രി വി.ഡി. സതീഷിന്റെ നേതൃത്വത്തിൽ ഞങ്ങൾ 14 സീറ്റും ഞങ്ങൾ കൈയടക്കി. അപ്പൊ ഇനി എറണാകുളം ജില്ലയിൽ നിന്നായിരിക്കും ഞങ്ങളുടെ മുഖ്യമന്ത്രി, അത് ശ്രീ വി.ഡി. സതീശനായിരിക്കും. കേരളത്തിലെ നിലപാടുകളുടെ രാജകുമാരൻ വി.ഡി. സതീശൻ തന്നെയായിരിക്കും കേരളത്തിന്റെ മുഖ്യമന്ത്രി. എനിക്ക് പറയാനുള്ളത് നിരാശയുണ്ട്. സ്കൂള് തുറക്കുന്നതിന് മുമ്പായെങ്കിലും പ്രിയപ്പെട്ട വി.ഡിനെ ഞങ്ങൾക്ക് തിരിച്ചതാ എന്റെ നേതൃത്വമേ. സ്കൂള് തുറക്കുന്നതിന് മുമ്പ് ആ പ്രതീക്ഷയിലാണ്. എങ്ങനെ അനുകൂലമാണല്ലോ. 110%, നെഗറ്റീവില്ല. 110% വി.ഡി. തന്നെയാണ്. അതായത് ജനങ്ങളുടെ വികാരം അവിടെ ഹൈക്കമാൻഡ് അറിയിച്ചിട്ടുണ്ട്. ഇപ്പൊ കെ മുരളീധരൻ പറഞ്ഞ മാതിരി രാഹുൽ ഗാന്ധിക്ക് കേരളത്തിനെ കുറിച്ച് വളരെ വ്യക്തമായ കാഴ്ചപ്പാടുണ്ട്. കേരളത്തിന്റെ എല്ലാ പൾസും അറിയാവുന്ന ആളാണ് രാഹുൽ ഗാന്ധി. അപ്പൊ രാഹുൽ ഗാന്ധി വളരെ നല്ലൊരു തീരുമാനം തന്നെ എടുക്കുമെന്ന് പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശന്റെ നിയുക്ത മുഖ്യമന്ത്രി എന്ന് പറയാൻ കഴിയുമോ എന്നറിയില്ല. ആ നേതാക്കൾ പറയുന്നു നിയുക്ത മുഖ്യമന്ത്രി എന്ന് ഉറപ്പായും പറയുന്നു. 100% അല്ല 110% എന്നാണ് ഉറപ്പ്. അതിനായി ഒരു ചേട്ടൻ പറയുന്നുണ്ടായിരുന്നു, സ്കൂൾ തുറക്കുന്നതിന് മുമ്പെങ്കിലും ഞങ്ങൾക്ക് വി.ഡി. സതീശനെ ഞങ്ങളുടെ നേതൃത്വമേ എന്ന് പറയുന്നുണ്ടായിരുന്നു ഒരു ചേട്ടൻ. അപ്പോൾ അങ്ങനെ വലിയ ആവേശത്തിലവിടെ മുദ്രാവാക്യം വിളി ഉണ്ടാകുന്നു. അവിടെ ആവേശത്തിന്റെ പല കാഴ്ചകൾ ഉണ്ടാകുന്നു. മൂവർണ്ണ കൊടി ഉയർത്തുന്നു. വി.ഡി. സതീശന്റെ അനുകൂലികൾ അവിടെ വി.ഡി. സതീശനെ മുഖ്യമന്ത്രി അവർ ഉറപ്പിക്കുകയാണ്. അവർ 100% അല്ല, അവർ 90% അല്ല, 100% അല്ല, 110%മാണ് അവർ വി.ഡി. ആകും കേരളത്തിന്റെ മുഖ്യമന്ത്രി എന്ന് ഉറപ്പിക്കുന്നത്. നമുക്കറിയില്ല അല്പസമയത്തേക്കാണ് ആ തീരുമാനം വരാനിരിക്കുന്നത്. ഷഫീദ് റാവുത്തർ കൂടി ചേരുന്നു. ഷഫീദ് നിൽക്കുന്ന ചെന്നിത്തലയുടെ അവസ്ഥയിലാണ്. ഷഫീദ്, വി.ഡിയുടെ അവസ്ഥയ്ക്ക് മുന്നിൽ നൂറുകണക്കിന് ആളുകൾ രാവിലെ മുതൽ തന്നെ ഉണ്ട്. ചെന്നിത്തലയുടെ വീടിന് മുന്നിലെ കാഴ്ച എന്താണ് ഷഫീദ്? ഹഷ്മി, രമേശ് ചെന്നിത്തലയുടെ വീട്ടിൽ നമുക്ക് ഏതെങ്കിലും തരത്തിൽ വി.ഡി. സതീശന്റെ വീടിന് മുൻപിലെ ഇതുപോലെ പ്രവർത്തകരുടെ വലിയ തരത്തിലുള്ള ആവേശ പ്രകടനമോ അതല്ലെങ്കിൽ മുദ്രാവാക്യം വിളിയോ മറ്റു കാര്യങ്ങളോ കാണാൻ കഴിയില്ല. പക്ഷേ രമേശ് ചെന്നിത്തലയെ അനുകൂലിക്കുന്ന രമേശ് ചെന്നിത്തല ക്യാമ്പിലെ പ്രധാനപ്പെട്ട പ്രവർത്തകർ നേതാക്കളൊക്കെ ഇതിനോടകം തന്നെ ഏതാണ്ട് വൈകിട്ട് 3 മണി മുതൽ ഈ വീട്ടിലുണ്ട്. അവർ ഇപ്പോഴും ഇവിടെ തുടരുകയാണ്. നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ 3 ക്യാമ്പിലും ആത്മവിശ്വാസമുണ്ട്. ചെന്നിത്തല ക്യാമ്പിനെ സംബന്ധിച്ചിടത്തോളം ഏതെങ്കിലും തരത്തിൽ ഒരു സമവായത്തിന് വഴിയൊരുക്കി, അതായത് KC-VD കോൺഫ്ലിക്റ്റ് അത് പൂർണ്ണാർത്ഥത്തിൽ ഹൈക്കമാൻഡിന് പരിഹരിക്കപ്പെടാത്ത ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ പോയാൽ തനിക്ക് അനുകൂലമായി മാറും. കാരണം സംസ്ഥാനത്തെ സീനിയോറിറ്റി ഉള്ള നേതാവ്, അതിനൊക്കെ അപ്പുറത്തേക്ക് കോൺഫ്ലിക്റ്റിൽ പരസ്യമായി ഈ പ്രവർത്തകരടക്കം തെരുവിലിറങ്ങാത്ത തനിക്ക് വേണ്ടിയാണെന്നൊക്കെയുള്ള മെറിറ്റ് അതായിരിക്കും രമേശ് ചെന്നിത്തല പ്രധാനമായും ഇതിനോടകം തന്നെ ഹൈക്കമാൻഡിനും AICC മുൻപിൽ ഉയർത്തിക്കാട്ടിയിട്ടുണ്ടാവുക. അതടക്കമുള്ള കാര്യങ്ങൾ അദ്ദേഹം ആത്മവിശ്വാസത്തിന്റെ ഭാഗമായി അദ്ദേഹം വെക്കുന്നു എന്നുള്ളത് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. ഏതായാലും നമുക്കത് ആ ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കും. ജഗതിയിലെ രമേശ് ചെന്നിത്തലയുടെ വീടാണ്. ഏറ്റവും പ്രധാനം, ഏതെങ്കിലും തരത്തിൽ ഈ പറഞ്ഞു കേട്ട അതല്ലെങ്കിൽ ഈ 3 നേതാക്കളിൽ ഒരാളിലേക്ക് പോവുകയാണെങ്കിൽ മറ്റു 2 നേതാക്കളെ ഏതു വിധത്തിൽ നമ്മൾ അപ്ലോസ് ചെയ്യും, അല്ലെങ്കിൽ ഏത് വിധത്തിൽ അവർക്കൊരു പാക്കേജ് നൽകുമെന്നൊക്കെയുള്ള കാര്യങ്ങളാണ് വരുന്നത്. അങ്ങനെയാണെങ്കിൽ ക്യാബിനറ്റിൽ ഏതൊക്കെ പദവിയിലേക്ക് മറ്റ് നേതാക്കൾ വരും എന്നൊക്കെയുള്ള ആകാംക്ഷ ഇതുമായി ബന്ധപ്പെട്ടുണ്ട് എന്നുള്ളതും ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. ഏതായാലും ഡൽഹിയിലെ ചർച്ച പോലെ തന്നെ തിരുവനന്തപുരത്തും ആകാംക്ഷ വളരെ വലുതാണ്. കാരണം കഴിഞ്ഞ 10 ദിവസമായി കേരളം ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ് മുഖ്യമന്ത്രി ആര് എന്നുള്ളതിൽ. നമ്മൾ കണ്ടതുപോലെ സമൂഹ മാധ്യമങ്ങളിലെ ഫൈറ്റ്, അതിനപ്പുറത്തേക്ക് തെരുവുകളിലെ ഫൈറ്റ്, അതിനപ്പുറത്തേക്ക് തിരുവനന്തപുരത്ത് തലസ്ഥാന നഗരത്തിൽ വെള്ളയമ്പലത്ത് ഇന്ദിരാഭവനിലേക്ക് പോകുന്ന പ്രധാനപ്പെട്ട റോഡിലടക്കം ഉയർന്ന ഫ്ലെക്സുകൾ, ആ ഫ്ലെക്സിനെ ചൊല്ലിയുള്ള തർക്കങ്ങൾ, അതേപോലെ ആരോപണ പ്രത്യാരോപണങ്ങൾ, ഒടുവിൽ നേതാക്കളുടെ സംയുക്തമായിട്ടുള്ള പ്രഖ്യാപനം, അതൊക്കെ കഴിഞ്ഞതിന് ശേഷം ആരാണ് മുഖ്യമന്ത്രി എന്നുള്ള കാര്യത്തിൽ ഇതുവരെയും ഒരു തീരുമാനമുണ്ടായിട്ടില്ല. തീരുമാനത്തിന് വേണ്ടി ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ്. ആകാംക്ഷ രമേശ് ചെന്നിത്തലയുടെ വീടിന് മുൻപിൽ നമുക്ക് കാണാൻ സാധിക്കും. സ്വാഭാവികമായും ആകാംക്ഷയുടെ മുൾമുന, ഉദ്വേഗത്തിന്റെ മണിക്കൂറുകൾ, അവസാന നിമിഷ തീരുമാനത്തിന്റെ ആ പിരിമുറുക്കം എല്ലാ ഹൃദയങ്ങളിലും പ്രകടമാണ്. അത് VD, KC, RC ക്യാമ്പുകളിലും അല്ലെങ്കിൽ 3 നേതാക്കളുടെയും 3 നേതാക്കളുടെ അനുയായികളുടെയും
കോൺഗ്രസ് പ്രവർത്തകരുടെ മാത്രമല്ല കേരളത്തിന്റെ രാഷ്ട്രീയ ഹൃദയത്തിൽ തന്നെ ആ പിരിമുറുക്കം, ആ പടപടപ്പ് അത് പ്രകടമാണ്. കാര്യം അല്പസമയത്തിനകം വരാൻ പോകുന്നത് കേരളത്തിന്റെ അടുത്ത മുഖ്യമന്ത്രി, അടുത്ത 5 വർഷത്തെ രാഷ്ട്രീയ നാഥൻ ആരാണ്, കേരളത്തിന്റെ സാരഥി, രാഷ്ട്രീയ സാരഥി ആരാണ്, കേരളത്തിന്റെ രാഷ്ട്രീയ നാഥൻ ആരാണെന്ന ചോദ്യത്തിനാണ്, ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യത്തിനാണ്, സുപ്രധാന ചോദ്യത്തിനാണ്, ബില്യൺ ചോദ്യത്തിനാണ് അല്പസമയത്തിനകം വരാൻ പോകുന്ന മറുപടി. ശ്രീത്ത് കൂടി ചേരുന്നു. ശ്രീത്ത്, എന്തായാലും പ്രഖ്യാപനത്തിൽ ഏത് നേതാവിന്റെ പ്രഖ്യാപിച്ചാലും ബാക്കി 2 നേതാക്കളുടെ അണികൾ കുറച്ചൊരു നിരാശരാകുമെന്ന കാര്യം ഉറപ്പാണ്. അപ്പോൾ അതിന്റെ ഇമ്പാക്റ്റ് കൂടി അസസ് ചെയ്യുന്നുണ്ടാകണം ഹൈക്കമാൻഡ്, അല്ലേ ശ്രീജിത്ത്? ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.